ഹലോ വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് വിജയദശമിയായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മുഹൂർത്തത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മുടെ കുക്കുവിന് 2.5 വയസ്സായിട്ട് നമ്മൾ കുക്കുവിനെ അങ്ങനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ തിരുവള്ളക്കാവിൽ മോളെ എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ മനോരമയുടെ അവിടെയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 90 ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനോരമയുടെ അവിടെയും കൂടി നമ്മൾ മോളെ എഴുത്തിനിരുത്തുകയാണ്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മനോരമയുടെ അവിടെ. അപ്പോൾ മനോരമയുടെ അവിടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് നമ്മുടെ കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും അതുപോലെ നമ്മുടെ പെരുവാനും കുട്ടന്മാരാരുമാണ് കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ഒരുപാട് കുട്ടികൾ കരയാനുണ്ടായിരുന്നു, എന്നാലും കുറേ പേര് നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ എഴുത്തിനിരിക്കാനൊക്കെ ആയിട്ട് ഇരുന്നത്. അപ്പോൾ നമ്മൾ കുക്കൂനും ഇരുത്തി. എഴുത്തിനിരുത്താനായിട്ട് ഇരുത്തിയപ്പോൾ കുക്കു നന്നായി കരയുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മോള് എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന് ചിരിച്ചിരുന്ന് തന്നെയാണ് എഴുത്തിനിരുന്നത്. മോളെ എഴുത്തിനിരുത്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന വിദ്യാരംഭ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന ഒരു വീണയുടെ അടുത്ത് പോയിട്ടിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. ബാക്കിയുള്ള കുട്ടികളെ എഴുത്തിനിരുത്തുന്നതൊക്കെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ, നമ്മൾ എഴുത്തിനിരുത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോ നമുക്ക് അപ്പം തന്നെ അവർ പ്രിൻ്റ് എടുത്ത് തരും കേട്ടോ. 2 കോപ്പിയാണ് നമുക്ക് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മോൾക്ക് ഒരു സ്കൂൾ ബാഗും മനോരമയിൽ നിന്ന് കിട്ടി. അപ്പോൾ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നത് മിന്നാമിന്നി, കളിക്കുടുക്ക, മാജിക് പോട്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ മാഗസീനുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ബോക്സിനകത്ത് നിറച്ച് പെൻസിലുകളും പിന്നെ സ്വീറ്റ്സും പാലട പായസവും അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. മോളെ എഴുത്തിനിരുത്തിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബായ്.